വളരെ റീസൺലി ഞാൻ ഇന്ന് റീലില് റേജ് ബേറ്റിംഗ് എന്താണ് എന്ന് പറഞ്ഞ ഒരു റീല് കണ്ടു. ദെൻ ഐ റിയലൈസ് എന്റെ സിസ്റ്റർ അത് എപ്പോഴും ചെയ്യുമായിരുന്നു, കുഞ്ഞിലെ എപ്പോഴും ചെയ്യുമായിരുന്നു. ആൻഡ് അതെങ്ങനെ ചെയ്യുന്നതെന്നാണ് അതിൽ രസമുള്ള പരിപാടി കേട്ടോ. അതായത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ചൊറിഞ്ഞ് പൊളിഞ്ഞ് എനിക്ക് ദേഷ്യം വന്നിരിക്കുമ്പോ നമ്മൾ ഒന്നോടെ പാട്ട് പാടും. നമ്മൾ ഭയങ്കര ഭയങ്കര തീക്കടി കൂടി നിൽക്കായിരിക്കും. വണ്ടിയുടെ അങ്ങേയറ്റം കൂടി ഇങ്ങനെ രണ്ട് പഴിക്ക് മാറിയിരിക്കുന്നതാണ് ഈ പ്രഹസനമായിട്ട് ഇവിടെ വരും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാട്ട് പാടുക. അതും ചെസ് നമ്പർ 1 എന്ന് പറയുന്നത് പിണക്കമാണെന്ന് പറഞ്ഞ അനന്തപദത്തിലെ പാട്ടാണ്. എന്റെ ദൈവമേ, നല്ല പാട്ടാണ്. ലൈക്ക് ഐ സ്റ്റിൽ എൻജോയ് ദ സോങ്. പക്ഷെ അവളാണത് പാടുന്നെങ്കിൽ ഇപ്പോഴും എന്റെ കൺട്രോൾ പോകും. എനിക്ക് പോയി പണ്ടപ്പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് ചൊറിഞ്ഞു വരും അവള് പാടി വരുമ്പോ. രണ്ടാമത്തെ പാട്ട് മോഹൻലാലിന്റെ ഒരു പഴയ സിനിമയ്ക്കകത്ത് കറുകറുകറുത്തൊരു പെണ്ണാണ്, എനിക്കത് പേര് ഓർമ്മയില്ല. ബട്ട് ആ സിനിമയില് ആ പാട്ട് എനിക്ക് അങ്ങനെ മറ്റേ അടിത്തൊട്ട് തലവേദന അങ്ങനെ ചൊറിഞ്ഞു വരും. പിന്നെ അതിന്റെ പേരിൽ അടുത്തൊരു സെറ്റ് അടിയാണ്. She used to bait me so much. അതായത് ഞാൻ ഇപ്പോഴും എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ അടി കൂടിയതാണ്. രാത്രി തന്നെ ആ പാട്ട് എൻജോയ് ചെയ്തത്. ആൻഡ് ഐ തിങ്ക് യങ്ങർ അവർ ഓൾഡർ സിബ്ലിങ്സ് ഉള്ള എല്ലാവർക്കും, ഒരു 90s കിഡ്സിൽ എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു.